മലബാറിന്റെ ചരിത്രത്താളുകളിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒരു പുണ്യസങ്കേതമുണ്ട്. കൊയിലാണ്ടിയിലെ പിശാരികാവ്. കച്ചവടത്തിനായി കടൽ കടന്നെത്തിയവർ തങ്ങളുടെ കുലദൈവത്തെ നെഞ്ചോട് ചേർത്ത് പ്രതിഷ്ഠിച്ച വിസ്മയകരമായ കഥയാണിവിടെ പറയാനുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗുജറാത്തിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ 8 വൈശ്യ കുടുംബങ്ങളുടെ കഥയാണിത്. മുത്തുചെട്ടിമാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇവർ തങ്ങളുടെ രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ പ്രിയപ്പെട്ട കുലദൈവമായ ഭഗവതിയെയും കൂടെ കൂട്ടി. കൊടുങ്കാറ്റിനെയും കടലിനെയും അതിജീവിച്ച് അവർ കോഴിക്കോട്ടെ പന്തലായനി തീരത്തെത്തി. അവർ ഭഗവതിയുടെ വിഗ്രഹത്തോടൊപ്പം തിരുവായുധമായ നന്ദകം വാളും കൊണ്ടുവന്നിരുന്നു. അന്നത്തെ സാമൂതിരി രാജാവ് ഇവർക്ക് കച്ചവടത്തിനും ആരാധനയ്ക്കുമായി സ്ഥലവും സൗകര്യങ്ങളും നൽകി. എന്നാൽ അവർക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ സ്ഥലം തേടി നടന്നപ്പോൾ ഒടുവിൽ കണ്ടുപിടിച്ചത് ഈ മനോഹരമായ കാവായിരുന്നു. അങ്ങനെ വൈശ്യരുടെ കാവ് പിശാരികാവായി മാറി. പിശാരികാവിലെ ഭഗവതി 8 കൈകളോടുകൂടിയ ഭദ്രകാളിയാണ്. ശാന്തവും എന്നാൽ ശൗര്യവുമുള്ള ഭാവം. കേരളത്തിലെ തന്നെ അപൂർവമായ നന്ദകം വാൾ എഴുന്നള്ളത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മീനമാസത്തിലെ കാളിയാട്ട മഹോത്സവത്തിൽ ഈ വാൾ പുറത്തെടുക്കുമ്പോൾ ഭക്തരുടെ മനം നിറയുന്ന കാഴ്ചയാണത്. കൊയിലാണ്ടിക്കാരുടെ ആഘോഷമാണ് പിശാരികാവിലെ കാളിയാട്ടം. 8 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിലെ വലിയ വിളക്ക് കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുന്നു. സാമൂതിരിയുടെ കുടുംബത്തിൽ നിന്നുള്ളവർ ഇന്നും ഉത്സവത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ചരിത്രത്തിന്റെ തുടർച്ചയാണ്. ഇന്നും കച്ചവടക്കാരുടെ നഗരമായ കൊയിലാണ്ടിയുടെ കാവൽ ദൈവമായി പിശാരികാവമ്മ വാഴുന്നു. വിശ്വാസവും ചരിത്രവും ഇത്രമേൽ ഇഴചേർന്ന മറ്റൊരു ക്ഷേത്രം മലബാറിൽ കുറവായിരിക്കും. ഗുജറാത്തിൽ നിന്ന് വന്ന വൈശ്യവിഭാഗത്തിൽപ്പെട്ട മുത്തുചെട്ടിമാർ കപ്പൽ മാർഗമാണ് പന്തലായനി തീരത്തെത്തിയത്. അവരെത്തിയപ്പോൾ സാമൂതിരി രാജാവ് അവർക്ക് വലിയ സ്വീകരണം നൽകി. അവരുടെ കച്ചവട നൈപുണ്യത്തിൽ സംതൃപ്തനായ സാമൂതിരി അവർക്ക് ക്ഷേത്രം പണിയാനും ആരാധിക്കാനും അനുവാദം നൽകി. ഇന്നും ക്ഷേത്രഭരണത്തിൽ ഈ സമുദായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പിശാരികാവിലെ ഏറ്റവും വലിയ അത്ഭുതം ഭഗവതിയുടെ നന്ദകം വാളാണ്. സാധാരണ ദിവസങ്ങളിൽ ഈ വാൾ ഭക്തർക്ക് കാണാൻ കഴിയില്ല. ഉത്സവകാലത്ത് മാത്രമേ ഇത് പുറത്തെടുക്കാറുള്ളൂ. ഈ വാൾ സ്വർണത്തിൽ പൊതിഞ്ഞതും അതീവ തേജസ്സുള്ളതുമാണ്. ഉത്സവബലി ദിവസം ഈ വാൾ എഴുന്നള്ളിക്കുമ്പോൾ ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ ആയുധത്തെ വണങ്ങാനെത്തുന്നത്. കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലുള്ള അതിമനോഹരമായ ശ്രീകോവിലാണിവിടെയുള്ളത്. ഇതിന്റെ ചുവരുകളിൽ ദാരുശില്പങ്ങൾ സമൃദ്ധമായി കാണാം. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാസന്ദർഭങ്ങൾ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വിശാലമായ ചുറ്റമ്പലവും വലിയ ബലിക്കൽപുരയും ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. കാളിയാട്ടം വെറുമൊരു ഉത്സവമല്ല, അത് കൃത്യമായ ആചാരങ്ങളുടെ ഒരു പരമ്പരയാണ്. മീനമാസത്തിലെ ചതുർത്ഥിനാളിൽ കൊടിയേറ്റം നടക്കുന്നു. ഉത്സവത്തിന്റെ 7ാം ദിവസം ഭഗവതിയുടെ വേട്ടയാടൽ ചടങ്ങ് നടക്കുന്നു. 8ാം ദിവസം കപ്പൽ പടയോടുകൂടി കടപ്പുറത്തു നടത്തുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നു. വൈശ്യർ കടൽ വഴി വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കടപ്പുറത്ത് ആറാട്ട് നടത്തുന്നത്. ചില വിശ്വാസങ്ങൾ പ്രകാരം മധുരനഗരം ദഹിപ്പിച്ച ശേഷം കണ്ണകി കേരളത്തിലെത്തിയപ്പോൾ തങ്ങിയ ഇടങ്ങളിലൊന്നാണ് പിശാരികാവ്. അതിനാൽ ഇവിടുത്തെ ഭഗവതിയെ കണ്ണകിയായും ചിലർ ആരാധിക്കുന്നു. പിശാരികാവിലെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ കുരങ്ങന്മാരാണ്. ക്ഷേത്ര പരിസരത്തും കാവിലും ധാരാളം കുരങ്ങന്മാരെ കാണാം. ഇവരെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ വിശ്വാസത്തിന്റെ ഭാഗമാണ്.